വൈകിട്ട് എന്താ പരിപാടി? നമ്മുടെ ജോണിച്ചിന്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ അവന് നമുക്ക് വിളിച്ചൊരു സർപ്രൈസ് കൊടുത്താലോ? കൊള്ളാല ഐഡിയ. അങ്ങനെയാണെങ്കിൽ ലെറ്റ്സ് ഗോ ടു അടുക്കള. ലെറ്റ്സ് ഗോ കിച്ചൺ. എന്താണ് എന്റെ സർപ്രൈസ് പ്ലാൻ? കേക്കട്ടെ. അത് ഒരു അടിപൊളി സംഭവമാണ്, നമുക്ക് നോക്കാം. അതിന് വേണ്ട ഐറ്റംസ് എന്തൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ആദ്യം ഒരു മുട്ടൻ, ക്യാബേജ് തൊലി കളഞ്ഞതാണ്. അടിപൊളിയായിട്ടുണ്ട്. ക്യാബേജ് സൂപ്പർ, കാണാൻ ഗ്ലാമർ. ഓക്കെ, എന്തായാലും നമ്മള് ഇതിന്റെ കൂട്ടത്തിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഞാൻ ആദ്യമായി തുടങ്ങാം. ഒരു ജീരകം, ചെറിയ ജീരകം. ഇത് വേറൊരു ജീരകം, പെരുംജീരകം. പിന്നെ ഉലുവ, ഇത് പൊട്ടിക്കാൻ ഉപയോഗിക്കുന്നുണ്ട് നമ്മള്. അതിന്റെ കൂട്ടത്തില് നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ചാല് കുഞ്ഞുള്ളി, ചെറിയുള്ളി സ്ലൈസ് ചെയ്തത്, ജിഞ്ചർ ഉണ്ട്. ജിഞ്ചർ ഉണ്ടെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ ഡിഫോൾട്ട് ആയിട്ട് അതൊരു സാധനം ഉണ്ടല്ലോ, പിന്നെ അതിനകത്ത് നമ്മൾ ചേർക്കുന്ന ഒരു ഐറ്റമാണ് പുളി, വാളംപുളി. വാളംപുളിയുടെ ഒരു പേസ്റ്റ്, എരിവും പുളിയും. പിന്നെ തേങ്ങാപ്പാൽ ഉപയോഗിക്കും നമ്മൾ ഇതിന്റെ അകത്ത്. തേങ്ങാപ്പാൽ അരച്ചത് നമ്മള് ചെറുകിയെടുത്ത് മലയാളിത്തം ഉണ്ടാവണം അപ്പൊ അതിനകത്ത്. അതാണ് സംഭവം. 2 യമണ്ടൻ വഴുതനങ്ങ, പിന്നെ കുറച്ച് ലേഡീസ് ഫിംഗർ. നിങ്ങളുടെ തോട്ടത്തിലുണ്ടായതാണോ? ഇത് ജസ്റ്റ് പറിക്കാൻ പോയപ്പോഴേക്കും അപ്പുറത്ത് വിട്ടെടുത്ത് തന്നതാണ്. ആണോ? നമ്മുടെ കടയിൽ പോയി വാങ്ങിയ എന്തെങ്കിലും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇതിനകത്ത് ജിഞ്ചർ റൂട്ട്, നല്ല ഫ്ലേവറും ഫ്രേഗ്രൻസ് വരുന്ന സംഭവമാണ്. പിന്നെ ജോണിന്റെ ബർത്ത്ഡേ പ്രമാണിച്ച് ഇച്ചിരി സ്പൈസി ആക്കാന്ന് വെച്ചു. കളർഫുൾ ആൻഡ് സ്പൈസി വിത്ത് ഫ്രാഗ്രന്റ് ചില്ലി. ഓക്കെ, കാണാൻ പക്ഷെ 6 വേണോ? എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് ഈ സാധനം കക്കൂസിന് പണിയാവും. നമുക്ക് ഇച്ചിരി കുറച്ച് പാവം ജോണി. പിന്നെ നമുക്ക് വേണ്ടത് ലെമൺ ഗ്രാസ്. ഇതൊക്കെ ഒന്നും ഞാൻ ഇതുവരെ കടയിൽ നിന്ന് മേടിച്ചിട്ടില്ല. അടിപൊളി സാധനമാണ്, വെറൈറ്റി ആണ്. അത് മുറിച്ചിട്ട് കഴിഞ്ഞാല് യമണ്ട. പിന്നെ വേണ്ടത് നമുക്ക് 3 നെല്ലിക്ക പോലത്തെ തക്കാളി. മുട്ടൻ തക്കാളിയാണ്. കണ്ടിട്ട് നെല്ലിക്ക പോലെ തന്നെയാണ്. കടിച്ചാൽ പഞ്ചസാരയൊക്കെ കടിച്ചാൽ അടിപൊളി സാധനമാണ്. തക്കാളി സാധനം തീർന്നിട്ടില്ല കേട്ടോ. പിന്നെ വേണ്ടത് നല്ലൊരു നാരങ്ങ, പച്ച നാരങ്ങ. ഈ പച്ചനാരങ്ങ അതിന്റെ അകത്ത് ചേർക്കുന്നത് ഇച്ചിരി പുളി കിട്ടാൻ വേണ്ടിയാണ്. ഈ പച്ചനാരങ്ങയുടെ മരത്തിന്റെ ഒരു ഇലയുണ്ട്, അതാണ് ഈ സാധനം. പതുക്കെ ഇത് ഞാനിപ്പോ ഈ റോട്ടിലൊക്കെ പോകുമ്പോ നമ്മൾ ഈ ഇതിന്റെ ഇല കാണാൻ വേണ്ടില്ല. പതുക്കെ അടിപൊളിയാണ്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വെറൈറ്റി സാധനത്തിന്റെ ഇൻഗ്രീഡിയന്റ്. പിന്നെ അതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്ഥിരം കാമുകയാണ്, നർത്തകിയാണ്. അവൾ ജോണിയുടെ പ്രിയങ്കരിയാണ്, നമ്മുടെ യമണ്ടൻ ഫിഷ് തല. നന്നായിട്ട് ഇന്നലെ രാത്രി നന്നായിട്ട് വെള്ളം അടിച്ചു തോന്നുന്നു. കണ്ണൊക്കെ ചോന്നിരിക്കുന്നുണ്ട. രാവിലെ മെരുക്കിയെടുത്ത വെള്ളം അടിച്ച് ഇങ്ങനെ പോയി വലയിലേക്ക് പോയി ഇങ്ങനെ വീണതാന്ന് തോന്നുന്നു. എന്നിട്ട് അയ്യോ ഞാൻ എവിടെയാന്നുള്ളത് പോലെയാണ് പുള്ളി ഇരിക്കണത്. കണ്ട കണ്ണൊക്കെ ചോന്ന്. അവൾ ഇന്നലെ കടലിൽ പോയി പിടിക്കാൻ നോക്കി, കിട്ടിയില്ല. രാവിലെ വന്നപ്പോ കട ഇരിപ്പുണ്ടായിരുന്നു. അത് വന്നു മാർക്കറ്റിലേക്ക്. നമുക്ക് വേണ്ടി പറഞ്ഞില്ലേ വെള്ളം അടിച്ച് എങ്ങോട്ടാ പോണ്ടേന്ന് ഐഡിയ ഇല്ലാണ്ട് മാർക്കറ്റിൽ വന്നത് സാധനമാണെന്ന് തോന്നുന്നു. കടിക്കല്ലേട്ടാ ഒക്കെ ഞാൻ വെറുതെ തമാശ പറഞ്ഞു. കൊള്ളാട്ടോ സർപ്രൈസ്. ഇതിന്റെ കൂട്ടത്തിൽ വേറൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാൻ പോണേ? ഇതിന്റെ ഡിഷിന്റെ പേരെന്താന്ന് പറഞ്ഞില്ലോ. അതിലേക്ക് നമുക്ക് വരാം. ഇതിന്റെ കൂട്ടത്തില് ആഡ് ചെയ്യേണ്ട ഒരു പ്രത്യേകത ഇൻഗ്രീഡിയന്റ്, ഇത് സിംഗപ്പൂരിൽ മാത്രം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഐറ്റം ആണിത്. ഇവിടുത്തെ ഫിഷ് മസാല. ഇതെന്ന് വെച്ചാൽ ഒരു പ്രണക്കൻ ഡിഷാണ്. പ്രണക്കൻ പ്രണയിക്കാൻ വന്നു. ഈ കയമണ്ടൻ കാമുകിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പഴയ കാലത്ത് ചൈനീസ് ഇങ്ങോട്ട് ഏഷ്യ, സിംഗപ്പൂർ, ഇന്തോനേഷ്യ, മലേഷ്യയില് മലാക്ക, പെനാങ് എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ സെറ്റിൽ ആയി കഴിഞ്ഞിട്ട് അവിടെ ഉണ്ടായ ജനറേഷനെ പ്രണക്കൻ ജനറേഷൻ എന്ന് പറയുന്നത്. അപ്പം അവരുടെ ഒരു ക്വസ്റ്റ്യനാണ് ഇങ്ങനെ ഇട്ട് അവിയൽ പരുവം. അതെ, ഈ ജാപ്പനീസ്, ചൈനീസ്,
അതാണല്ലോ സ്പൈസിനെസ്. അത് തന്നെയാണ് ഏഷ്യൻ ഫ്യൂഷൻ. ഏഷ്യൻ ഫ്യൂഷൻ എന്ന് പറയും. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതിലേക്ക് കടക്കാം നമുക്ക്. ഓൾറൈറ്റ്. ഇതിന്റെ കെട്ടിറങ്ങിയ പോലെ ഉണ്ടല്ലോ. നീ എന്തെങ്കിലും ചെയ്തതില്ലേ? നമ്മളെ വെജിറ്റബിൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ പിന്നെ കുറച്ച് നാരങ്ങ നീരും ഉപ്പും തേച്ചൊന്ന് മെരുക്കിയെടുത്തു. അതൊന്ന് മാരിനേറ്റ് ചെയ്യുന്ന പോലെ അധികം സ്പൈസസ് ഒന്നും വേണ്ട. നമുക്ക് പിന്നെ സ്റ്റീം ചെയ്തെടുക്കാമല്ലോ. ഒരു 15 മിനിറ്റ് പിന്നെ ഇപ്പം ഞാൻ തിളയ്ക്കാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളത്തിലേക്ക് പിന്നെ 15 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ സ്റ്റീം ആയി കെട്ടിറക്കി. ഇപ്പൊ പിന്നെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇതുപോലെ തന്നെ സ്റ്റീമിന്റെ അകത്തേക്ക് വെക്കുകയാണ്. 15 മിനിറ്റിനോട് സ്റ്റീമാണ്. പിന്നെ നമുക്ക് സ്റ്റീമാക്കി എടുക്കത്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിന്റെ ബാക്കിയുള്ള പരിപാടിയിലേക്ക് കടക്കാം. പരിപാടികളിലേക്കാണ് ഓട്ടോമാറ്റിക് ഇഗ്നിഷനൊക്കെ ചുറ്റുണ്ടാക്കി നമ്മള്. ഇതാണ് ഓട്ടോമാറ്റിക് ഇഗ്നിഷൻ. ഇങ്ങനത്തെ ഓട്ടോമാറ്റിക് ഇഗ്നിഷൻ എനിക്ക് ഇഷ്ടമായിട്ടാ. ഓട്ടോമാറ്റിക് ഇഗ്നിഷൻ നോട്ട് ദ പോയിന്റ്. അപ്പം ഈ ഇതിലേക്ക് നമ്മള് ആദ്യം വെള്ളം ഒന്ന് കാണാം, അല്ലെങ്കിൽ ഇവിടെ പൊടി തെറിയും. ആണല്ലേ. ആദ്യം നമ്മൾ ഇതിലേക്ക് എണ്ണ ഒഴിക്കും. എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിക്കും. ഒരു ഗ്ലാസ് മേറ്റ്സിന്റെ ഒരു ടോട്ടൽ ഫീലിംഗ് എന്ന് പറഞ്ഞാൽ വെള്ളവും എണ്ണയൊക്കെ വെച്ചാൽ കുപ്പികൾ കണ്ടോ. ഇതാണ് തറവാടിത്തം എന്ന് പറയുന്നത്. ഇങ്ങനെ വേണം ഒഴിക്കടാ, ധൈര്യമായിട്ട് ഒഴി. അത് 2 ലാർജ്, അതൊരു സോഡ ഒഴിക്കണമല്ലോ. 2 ലാർജ് അല്ലേ? 2 ലാർജ് എണ്ണ. അതായത് ഒരു 90 അല്ലേ? 90 + 90. അത് കുഴപ്പമില്ല. 2 ലാർജ് 90 ആണ്. അത് മതി. അല്ലെങ്കിൽ അത് ഇതിന്റെ കെട്ടുമ്പോളെ ഇറക്കി എടുത്തോളൂ. ഈ 10 മിനിറ്റ് പിന്നെ തെറ്റാവും. അടുത്തത് അപ്പൊ നമ്മൾ ഇത്രയും എണ്ണ ഇട്ടതിന് ശേഷം എണ്ണ പൊട്ടി വരുമ്പോഴേക്കും കുറച്ച് ഉലുവ ഇടും. ഉലുവ പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ജീരകം 2 തരം. ഇതെല്ലാം ഏകദേശം ഒരു ടേബിൾ സ്പൂൺ വീതമാണ് നമ്മൾ എടുക്കുന്നത്. ഇതൊരു ടീസ്പൂൺ ആണ്, പക്ഷെ ഞാൻ ടേബിൾ സ്പൂൺ ആയിട്ട് കൺവേർട്ട് ചെയ്ത് കറക്റ്റ് ആയിട്ട് അറിയാം. സ്മോളും ലാർജും വരെ ഞങ്ങൾ മെഷർ ഇല്ലാണ്ട് ഒഴിക്കുന്നവര് പിന്നെയാണ്. അപ്പൊ നമ്മൾ ആദ്യം കുറച്ച് ഉലുവ എടുക്കും. ഈ എണ്ണ ഇപ്പൊ കണ്ടാൽ അത് ബബിളായിട്ട് ചെറുതായിട്ട് വരും. നമ്മൾ നോക്കിയൊരു പരുവമായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ഉലുവ അതിന്റെ മുകളിലേക്ക് ലേശമായിട്ട് വിതറിയിടുക. അത് ഇട്ടോട്ടന് അതൊന്ന് പൊട്ടാൻ ഗ്യാപ്പ് കൊടുക്കണം. അത് നല്ലതായിരിക്കും. കാരണം പിന്നീട് അഘാതം മൂലം എണ്ണ മരിച്ചു. അപ്പൊ അതിന്റെ കൂട്ടത്തില് ചെറുതായിട്ടൊന്ന് പൊട്ടിക്കഴിഞ്ഞു തോന്നുന്നു. നമുക്ക് തോന്നല് മതി, പൊട്ടണം എന്നൊന്നുമില്ല. ഈ ജീരകം പെരുംജീരകം ഇട്ടു, പിന്നെ ചെറുജീരകം ഇട്ടു. ഈ 2 ജീരകം ഇട്ടതിന് ശേഷം ചെറുതായിട്ടൊന്ന് മൂക്കുന്നതിന് മുമ്പ് നമ്മൾ അവന് ഉള്ളി അതിന്റെ മുകളിലേക്ക് ഇടും. നേരത്തെ കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളിയുണ്ട്. ചെറിയ ഉള്ളിയാണ് ഉള്ളിക്ക് മടിയായ ഉള്ളിക്ക് മടിയായ ചിലവരൊക്കെ സവാള ഇടും. ചില കാര്യങ്ങൾക്ക് ഉള്ളി തന്നെ ഇട്ടാലും ചെറിയുള്ളി തന്നെയാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ചെറിയ ഉള്ളി ഒരിക്കൽ നമ്മൾ മറക്കാൻ പാടില്ല. ചെറിയ ഉള്ളി തന്നെയാണ്. ഈ കൾപ്പിന് what is the soup? This soup is called ഹിമാലയൻ സോൾട്ട്. ഹിമാലയൻ ഞാൻ കൊണ്ടുവന്ന സോൾട്ടാണ്. എനിക്ക് കുറച്ചൊന്ന് പോയി ഇരുന്നാണ്. അപ്പൊ ആ സമയത്ത് ഭയങ്കര ഹെൽത്തി എന്ന് പറയുന്നത് ഹിമാലയൻ റോക്ക് സോൾട്ട് കഴിക്കുക. തന്തുരുസ്തിക്ക് അച്ചായ ലൈഫ് ബോയ് പോലെയാണ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇത് കരിയാൻ പാടില്ല. കരിയാതെ നമ്മൾ എപ്പോഴും നോക്കുക. ആ സമയത്ത് നമ്മൾ ഇതിനകത്തോട്ട് ജിഞ്ചറും അതിന്റെ കൂടെയുള്ള ജിഞ്ചർ ആൻഡ് ഗാർലിക്. ആദ്യം എപ്പോഴും നമ്മൾ ജിഞ്ചർ ഗാർലിക്, ഒരിക്കലും ഗാർലിക് ജിഞ്ചർ എന്ന് പറഞ്ഞു കേട്ടില്ലേ? അതിന്റെ പോലെ ഒരു കഥയുണ്ട്. അതുകൊണ്ടാണ് എല്ലാ കറിയിലും ജിഞ്ചർ ആദ്യം ഇടുന്നതാണ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എന്ന് പറയുന്നത്. അത് കൊള്ളാം. കാരണം ജിഞ്ചർ കുറച്ചും കൂടി വേവും. വെള്ളുള്ളി ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് കരിയും. കുറച്ചും കൂടി ജിഞ്ചർ ഒന്നുകൂടി ഒന്ന് ഒതുങ്ങിയിട്ട് നമുക്ക് വെള്ളുള്ളി ഇടാം. നീ പറഞ്ഞത് കറക്റ്റ് പോയിന്റ് ഉണ്ട്. ജിഞ്ചർ ഗാർലിക് എനിക്ക് ഇഷ്ടമായി. എല്ലാത്തിനും അത് ജിഞ്ചർ ആദ്യം ഇടാം. നമ്മൾ ശരിക്കും വഴറ്റിയെടുക്കാം. കുറച്ചൊരു പരിവാകുമ്പോഴേക്കും നമ്മൾ നമ്മുടെ ഗാർലിക്കിനെ മിക്സ് ചെയ്തായിരിക്കും. ജിഞ്ചർ ഏകദേശം ആ മണം വരുമ്പോൾ അറിയാം നമുക്ക്. ഉള്ളി മൂത്തു നമ്മൾ ശരിയായി. അതിൻ്റെ ഇടയിൽ ഗാർലിക്
ഒരു 2.5 കിലോ മീൻ വേണ്ടിയിട്ടുള്ള മീൻ തലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഐറ്റംസ് ആണ് നമ്മൾ 2.5 കിലോ മീൻ തലയാണ്. നമ്മുടെ റെഡ് സ്നാപ്പർ എന്ന് പറഞ്ഞൊരു മീൻ തീരങ്ങളിൽ കണ്ടുവരുന്ന ഒരു മീനാണ്. കടൽ തീരങ്ങളിലാണ് ജീവിക്കുന്നത്. അവരെന്തായാലും കടൽ തീരത്ത് വരും. അതായത് എന്നെ പിടിക്കൂ, എന്നെ കറിവയ്ക്കുന്ന പറഞ്ഞ് കടൽ തീരത്ത് വരുന്ന നമ്മളതിനെ പിടിച്ച് തലവെട്ടി. അതാണ് ഞാൻ പറഞ്ഞത്, ഇവരൊക്കെ സ്മോൾ അടിക്കുന്നതുകൊണ്ടാണ് കടൽ തീരത്തേക്ക് വരുന്നത്. ടച്ചിങ് തന്നെ. ഓക്കെ, ഇനി എന്താ പരിപാടി? നമ്മള് മുപ്പിച്ച സാധനങ്ങൾ പരച്ചെടുത്തു. നേരത്തെ മുപ്പിച്ച ഉള്ളിയും ഇഞ്ചിയും ബ്ലെൻഡ് ആകാൻ വേണ്ടിട്ട് അത് നരച്ചെടുത്തു. അപ്പൊ അതിനുള്ള വീണ്ടും അരച്ചതിന് ശേഷം ഇതിനകത്തോട് ചേർച്ചയാണ്. ചേർത്തിട്ട് വേണം നമുക്ക് ആ സമയം കൊണ്ട് നമ്മുടെ ഫിഷ് അവിടെ സ്റ്റീം ആയിക്കൊണ്ടിരിക്കാൻ പൊക്കി നോക്കാൻ. കണ്ടോ, അവന്റെ ആ ചിറകൊക്കെ വിടർന്ന് സിരകളിലൂടെ ഇരിക്കട്ടെ. അവനൊരു 15 മിനിറ്റ് ആണ് ഇതിനവിടെ നമ്മള് സ്റ്റീം ചെയ്യാൻ വെക്കുന്നത്. മിക്സ് ആയിട്ട് നമുക്ക് ഇതിനെ പൊടികൾ ഇടാൻ. പൊടി എന്ന് വെച്ചാൽ അധികം പൊടിയൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല ഇതിനകത്ത്. നമ്മൾ ആകെ മഞ്ഞളും ഈ ഫിഷ് കറി പൗഡർ. അപ്പൊ നമ്മളെ പൊടി ഇട്ടിട്ട് പൊടി കരിയാതെ നോക്കണം. എന്നാൽ പൊടി മൂക്കുകയും വേണം. കാരണം മൂപ്പിക്കാണ്. ഈ വേപ്പിൽ നമ്മൾ എപ്പോഴും ഇടുമ്പോണ്ടല്ലോ, നമ്മളതിനൊന്ന് ക്രഷ് ചെയ്തിട്ടിടുന്നതാണ് എപ്പോഴും നല്ലത്. ഒന്ന് ക്രഷ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അതിന്റെ ഫ്ലേവറൊക്കെ ഒന്ന് പിച്ച് ചീന്തി നമ്മളോടുള്ള ഈ മീനിനോടുള്ള ആ സ്നേഹം പിന്നെ കറിവേപ്പില ജയഭാരതി നീ ബാലങ്കനായല്ലേ? അതാണ് ജയഭാരതിനെ കിട്ടിയ പോലെ പിച്ച് ചീനിട്ട് വേണം കറിവേപ്പിലിനെ ഇടാനായിട്ട്. വീണ്ടും വരുമ്പോഴേക്കും നമുക്ക് അടുത്ത ചെറിയ മണം, നല്ല മണമുണ്ട്. ഇതാണ് ശരിയാകുന്നത്. ഇനിയിപ്പോ നമുക്ക് അടുത്തേക്ക് നമുക്ക് ഈ സാധനങ്ങളുടെ വെജിറ്റബിൾസ്, അതായത് വെണ്ടയ്ക്ക, ഇതൊക്കെ നേരത്തെ പറഞ്ഞ ഐറ്റങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ചേക്കാണ്. ഡബിലെടുക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായില്ല. നല്ല മസിൽ വന്നിട്ടുണ്ടെന്ന് ഈ വെണ്ടയ്ക്ക പതുക്കി. പിന്നെ അയൽപക്കത്തെ വീട്ടിൽ നിന്ന് കിട്ടിയത്, വീട്ടിൽ നിന്ന് അടുത്ത് പോയി കടയിൽ വാങ്ങിയതാണ്. ഇനി ഇതെടുത്തേ. അടുത്ത് നമ്മുടെ അതിന്റെ കൂട്ടത്തിലേക്ക് പച്ചമുളക് ഇടാൻ പോവുകയാണ്. ഇതാണ് ഇതിവിടെ ഇരിക്കട്ടെ, ഒരു ക്യാമറ പോലെ. ചൂടായി വരുമ്പോഴേക്കും നമ്മൾ ബാക്കി അടുത്ത ഇൻഗ്രീഡിയൻസ് കൂടെ ആഡ് ചെയ്യും. ഇപ്പൊ നമ്മുടെ മസാല മൂത്തും പോയില്ല, എന്നാ അത് ഞാനൊരു മുറുമുറുപ്പ് വന്നു. അത് തന്നെ കറുകറുപ്പ് വന്നിട്ടുണ്ട്. അതാണ് ജിഞ്ചർ റൂട്ട്. അതാണ് ജിഞ്ചർ. ഈ മുറുമുറുപ്പ് വരുമ്പോ എന്താ ചെയ്യണ്ടേ? അപ്പൊ അത് ഇനിയിപ്പം പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ നോക്കരുത്. ഇനി അടുത്ത് ഇത് ഇടാറായ അടുത്തത് നമ്മള് നമ്മുടെ വഴുതനങ്ങ. ഇതാണ് കളർ കൊടുക്കണത് ഇടയ്ക്ക്. ഇപ്പൊ തന്നെ ഇപ്പൊ ഒരു ഇതാണ് ഇൻസ്റ്റാ റെഡി ഇതെന്ന് പറയണേ. പഠിക്കണ കണ്ട, ചാടി ചാടി പഠിക്കണ കണ്ട. അതവിടെ ഈ സാധനം എല്ലാം കിടന്ന് വീണ്ടും മൊരിയും. ഒന്ന് മൊരിഞ്ഞ് ഒന്ന് ലെവലായി വരുമ്പോഴേക്കാണ് പിന്നെ നമ്മള് അടുത്ത തലത്തിലേക്ക് കുറച്ച് പണ്ട് കറക്റ്റ് ആയിട്ട് വേണ്ടെന്ന് നോക്കി. ചാക്കോ ഞങ്ങളുടെ പഴയ ബാസ്കറ്റ്ബോൾ ചാമ്പ്യനാണ്. പുള്ളി ഒരു വിരല് കൊണ്ടൊക്കെ നെറ്റ് അടിക്കുമായിരുന്നു. നിങ്ങൾ ഉണ്ടാക്കുന്നത് പുട്ടല്ല, ഇത്രയധികം തള്ളാൻ. ഇത് ഇവനെ മുഴുവൻ വിശ്വസിക്കണ്ട. ഞാൻ ഒരു വിരലൊന്നുമല്ല, 5 വിരൽ ഉപയോഗിച്ചാണ് ഞാൻ നെറ്റ് താത്തി 5 അടി 9 ഇഞ്ച് പൊക്കമുള്ള ഞാൻ ചാടി ഡങ്ക് ചെയ്തുകൊണ്ടിരുന്നു മൈക്കിൾ ജോർഡനെ പോലെ. ഈ സാധനം എടുത്ത് ചില്ലി പോയി. അവൻ നിട്ടോ, അവൻ നമുക്ക് ലെമൺ ഗ്രാസ് ആണ്. ലെമൺ ഗ്രാസിന്റെ ഫ്ലേവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് കൂടുതലും ഈ ഇവിടെയുള്ള ഈ തോമിയം അങ്ങനെയുള്ള ലോക്കൽ നേരത്തെ പറഞ്ഞ പ്രണക്കൻ തായ് ഫ്ലേവർ ആണത്. തക്കാളി കൊണ്ടിട്ടോ ഞാൻ കുറച്ചുകൂടി എണ്ണ കഴിക്കാം. എന്താ ഈ കാര്യങ്ങള് നോക്കാം നമുക്കല്ലേ? നല്ലത് നടക്കുമോ? പോട്ടെ.
ജോണി ഇപ്പൊ വരും. ഓ വരണണ്ട കോളേജിൽ തന്നെ എല്ലാരും പോകാന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിലെ എന്റെ ബാച്ച്മേറ്റ്സിന് എല്ലാവർക്കും ഹായ്. പുക വരും, പുക വന്നു. പുക ഇപ്പൊ എന്റെ കൂടെയാണുള്ളത്. അപ്പം ഇതില് ഞാൻ നോക്കിയിട്ട് തക്കാളി തിളച്ചു, വെണ്ടയ്ക്ക തിളച്ചു, മുരിങ്ങ വെള്ളമല്ലേ തിളച്ചത്? തക്കാളി തിളച്ചു, എല്ലാം തിളച്ചു. അപ്പൊ നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്ത പടത്തിലേക്ക് നമുക്ക് ഒരു ചെറിയ ടിഷ്യൂ പോലൊരു സാധനം എടുത്തിട്ട് നമുക്ക് പതുക്കെ പിടിച്ചിട്ട് പിന്നെ മെല്ലെ സൈഡിലേക്ക് മാറ്റി വെക്കുന്നത് നമ്മള്. നമുക്ക് കഴിക്കും. ഇത് ഇതെന്താന്നുള്ളത് നമ്മൾ കാണിച്ചു തുടങ്ങണ്ടേ? ഇല്ല, നോക്കട്ടെ. നമ്മൾ സ്റ്റീം ചെയ്ത ഫിഷ് കേട്ടോ, വിടർന്ന് നല്ല ചുവന്ന കണ്ണോടുകൂടി അവൻ്റെ ആ കണ്ണൊക്കെ കണ്ടോ, കണ്ണൊക്കെ വിടർന്ന് ആ മീറ്റ് എല്ലാം കറക്റ്റായിട്ട് നല്ല ലാഘവമായിട്ട് വെന്ത്, ലാഘവം എന്നല്ലേ പറയുന്നത് ഈ ഇറച്ചി വേകുന്നതിന്. അപ്പൊ നമുക്കിപ്പോ പതുക്കെ ഇതിനകത്തോട്ട് നമ്മുടെ കറിയുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് അതിനകത്ത് ഒഴിച്ചെടുക്കുകയായിരിക്കുന്നുണ്ട് അല്ലേ? ഈ ഡിഷ് വെച്ചോളൂ. ഫ്രാഗ്രൻസ് ആണ് ഏറ്റവും ഭയങ്കരമായിട്ട് തോന്നുന്നത്. അപ്പൊ നമുക്കിത് ഇതിനകത്തേക്ക് ഒഴിക്കാം. ഞാൻ പതുക്കെ ചൂട് വേണം, എന്നാലാണ് അതിന്റെ. ഞാനത് 2 തവി കോരി ഒഴിക്കാം, ബാക്കി നീ അതിന്റെ തഞ്ചത്തിന് തക്കാളി ഇങ്ങനെ കുത്തി. പക്ഷെ ഇതൊരു ഇൻസ്റ്റാഗ്രാമബിൾ ഡിഷാണ് കേട്ടോ. അത് ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി. ഇത്രയും കളേഴ്സും ഫ്ലേവേഴ്സ് കാണില്ല, ഇത്രയും കളേഴ്സും സാധനങ്ങളും എല്ലാം കൂടി. നമ്മൾ നേരത്തെ വെച്ച പൊട്ടുപൊടി ഉണ്ടോ? ഞാനത് ഒഴിക്കട്ടെ. ഒഴിച്ചോ. ഓ, നീ കുറച്ച് സാധനങ്ങളിൽ വരാനുണ്ട് നമുക്കല്ലേ? നമുക്ക് കുറച്ചുകൂടി ഐറ്റംസ് വരാനുണ്ട്. ഈ ഐറ്റം എന്ത് ചെയ്യണം? ഇവിടെ ടിക്കറ്റുകള് നമ്മുടെ സോഫ്റ്റ് ബോൾ കളി ഓർമ്മയില്ല സൈനിക സ്കൂളിലെ. ഒന്ന് പൊളിച്ച് ചെറിയ ചെറിയ പീസുകളായിട്ട് ചെറിയ പീസാക്കണം. ചെറിയ പീസാക്കണം. അങ്ങനെ ഇതായിട്ട് കിട്ടോ, കുഴപ്പമില്ല. ഇങ്ങനെ മതിയോ? അങ്ങനെ ലാഘവമായിട്ട്. ഞാൻ ഇത്തിരി ബാസ്കറ്റ്ബോൾ കളിക്കട്ടെ. വേണ്ട, മാറിയിരിക്കുന്നതല്ലേ എന്റെ ദേഹത്തേക്ക് ഷർട്ട്. ഇപ്പൊ കൊറോണ ഇതൊക്കെ ആയിരുന്നു, നമ്മൾ ബാസ്കറ്റ്ബോൾ വേണ്ട. ഇത് മതിയോ ഷെഫ്? ഒരു 4 പീസ് കൂടി വിടോട്ടെ. ചെറുതായിട്ട് മീനിന്റെ ചെകള സൈഡിന് പടയ്ക്കും. അന്നേരം നമുക്ക് മനസ്സിലാവണം കറി തിളയ്ക്കുന്നതാണ്. ഇത് ഇനിയിപ്പോ പടയ്ക്കും അതിനകത്ത് ഇടുന്നു. ചെകള പടയ്ക്കും, ചെകള ശരിയല്ലോ. നമ്മളിപ്പോ നമ്മള് വെള്ളത്തിലാക്കിയില്ലേ മീനെ? മീനെ വെള്ളത്തിലാക്കി. പിന്നെ ഇതിപ്പോ നീന്താൻ തുടങ്ങുമോ? നമ്മള് കെട്ടിറക്കി മീനെ വെള്ളത്തിലേക്ക് ഇട്ടു. ഇനി ഇത് മീനിന്റെ കൺട്രോളിലാണ് മൊത്തം കറി തരുന്നത്. ഫോക്കസ് ചെയ്ത് കൊടുത്തോട്ടെ. മീനിന്റെ പല്ല് കണ്ടോ? ഈ പല്ലാണ് ഇതിന്റെ ഏറ്റവും വലിയ വില കൂടിയ സമ്പത്ത് എന്ന് പറയുന്നത്. അതായത് റൂട്ട് കനാൽ, പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ വേണ്ടി ഈ പല്ലിന് മോഡലായിട്ട് ചെയ്തിട്ടാണ് ആളുകൾ. അതായത് ഈ കനാലില് നിൽക്കാണ്ടത് കടലിൽ പോയി. അപ്പൊ ഈ വെണ്ടയ്ക്കയും സാധനങ്ങളും കൂടി വേണമെങ്കിൽ നമുക്ക് മൂടി വെക്കുകയാണെങ്കിൽ കുറച്ച് നേരത്തെ കൂടി ഒന്ന് ഇമ്പോർട്ടന്റ് സാധനം ഉണ്ട് കേട്ടോ. അത് കുറച്ച് തളിക്കുന്നതിന് മുമ്പ് ചോദിച്ചാൽ ഈ മുടി. പിന്നെ ഈ സാധനം എന്റെ ഫേവറേറ്റ്. ഇത് ഇടാണ്ട് ഞാൻ സമ്മതിക്കില്ല കേട്ടോ. നാരങ്ങ മരത്തിന്റെ ഇലയല്ലേ? നമുക്ക് നമുക്ക് തേങ്ങാപ്പാൽ വെച്ച് അങ്ങോട്ട് അവസാനിപ്പിച്ചാലോ? അളിയാ, നമുക്ക് നോക്കാം എന്തായി. ഇതിന്റെ ആ ഒരു ഫ്രാഗ്രൻസ്, മീനിന്റെ ആ ഒരു സുഗന്ധം പറഞ്ഞറിയിക്കാൻ വയ്യ. ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കാൻ പോവാണ്. ഫിനിഷിംഗ് ടച്ച് അല്ലേ? ഫിനിഷിംഗ് ടച്ച്. അങ്ങനെ ഒഴിച്ചോ. ചുറ്റും മൂന്ന് വലം വെക്കണം എന്നാ പറയുന്നത്, നമ്മുടെ കല്യാണ സൗഗന്ധികം പോലെ. ഇതിന്റെ ഇടയിൽ നമ്മുടെ ഈ സാധനം, ഇത് ഞാൻ ഇതിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് ഈ പറഞ്ഞ പോലെ ജയഭാരതി പലൻകനാരി അങ്ങനെ ചെയ്യണ്ടെങ്കിലും നമ്മൾ 2 കഷ്ണമായിട്ട് മുറിച്ച് അവിടെ ഇവിടെ ഇടാം. നന്നായിട്ട് ഇത് ഇനി ഓഫ് ചെയ്യട്ടെ. തേങ്ങാപ്പാല് നിങ്ങൾ കണ്ടല്ലോ ഇപ്പൊ മീൻ ചിരിച്ചുകൊണ്ടിരിക്കുന്നതും. ഇനി ബാക്കി നമുക്ക് ജോണി വന്നിട്ട് നോക്കാം. Bro! Hey, happy birthday, man!
ഇത് വെച്ച് കണ്ണൊന്നും കാണണ്ട. ഹാപ്പി ബർത്ത്ഡേ ഡിഫറെന്റ് ടൈപ്പ് കേക്കാണ് ഇത്തവണ ഇൻട്രൊഡ്യൂസ് ദ കേക്ക്. Chef, please introduce the cake and you can cut the fruits. തുറക്കാവോ? പിന്നെ no worries. Ready? ചൂടുള്ള 1, 2, 3. Happy birthday to you. Happy birthday to Johnny. Happy birthday to you. കുറച്ച് ചാരം കൂടി ഇടുക. ആദ്യം ഷെഫ് അവന്റെ വായിലേക്ക് വെച്ച് കൊടുത്തിരി. നീ അവന്റെ ഇതിനകത്ത് ഇത് ഇന്ന് ഞങ്ങള് ജോണിയുടെ സ്പെഷ്യൽ ആയിട്ട് അതിന് ചാറ്. ഞങ്ങള് ജോണിയുടെ ബർത്ത്ഡേ പ്രമാണിച്ച് ഞങ്ങള് ജന്മദിന Fish head curry. Cheers. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ ബോയ്. താങ്ക് യു. അപ്പൊ നിന്റെ കേക്കായിട്ട് ഇന്ന് ഫിഷ് ഹെഡ് കറി എങ്ങനെയാന്നുള്ളതൊക്കെ പറഞ്ഞു. സോ ട്രൈ ദിസ്, ഷെയർ, സബ്സ്ക്രൈബ്. കുഴപ്പമില്ലാത്ത റെസിപ്പിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞങ്ങളെല്ലാം ഡിന്നറായിട്ട് കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ്. സോ ഹാപ്പി ബർത്ത്ഡേ അഗൈൻ ബോയ്. താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ ബോയ്. സോ ഇതൊന്ന് ഇത് ചെയ്യുക. ഡോണ്ട് ഫർഗെറ്റ് ടു ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.